കേരള കോൺഗ്രസ് എമ്മിന് UDF-ലേക്കുള്ള PJ ജോസഫിന്റെ ക്ഷണം പരിഹാസം നിറഞ്ഞതെന്ന് ജോസ് കെ മാണി. ജോസഫിന്റെ മകൻ ധൂർത്തപുത്രനോ സ്വാർത്ഥപുത്രനോ എന്ന കാലം തെളിയിക്കും. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ മുന്നണി മാറേണ്ട സാഹചര്യമില്ലെന്ന് ജോസ് കെ മാണി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം കോട്ടയത്ത് ചേർന്നത്. പരാജയ കാരണം ആഴത്തിൽ മനസ്സിലാക്കാൻ ജില്ലകൾ തോറും യോഗങ്ങൾ ചേരുമെന്ന് യോഗ തീരുമാനം വ്യക്തമാക്കിയ ജോസ് കെ മാണി പറഞ്ഞു. തീർച്ചയായും എന്താണ് പോരായ്മകൾ, അത് പാർട്ടിയുടെയാണോ മുന്നണിയുടെയാണോ എന്ന് പരിശോധിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട്, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പോരായ്മ ഉണ്ടായത്, വികസന കാര്യത്തിലാണോ പ്രവർത്തന കാര്യത്തിലാണോ, എവിടെയാണ് കാര്യക്ഷമതയില്ലാതെയായി പോയത് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്തു. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ 16-ാം തീയതിയോടുകൂടി ജില്ലയുടെ പൊതുയോഗം കൂടി അതിനുശേഷം 27-ന് മുമ്പായിട്ട് അവിടെ ഓരോ പ്രദേശങ്ങളിലും ഉള്ള നിയമസഭാ മണ്ഡലങ്ങളിലുള്ള അവിടുത്തെയുള്ള ജനറൽ ബോഡി വിളിച്ചു കൂട്ടി അവിടുന്ന് മണ്ഡലം തലത്തിൽ വാർഡ് തലത്തിൽ ഈ മാസം അവസാനത്തോടുകൂടി ആ റിപ്പോർട്ടുകൾ നൽകാനായിട്ടുള്ള ഒരു നിർദ്ദേശം പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ ശക്തമായി നമുക്ക് സംഘടനാ ബലം അവിടെ നിൽക്കുകയാണ്. അത് കൂടുതൽ കരുത്തോടുകൂടി, നമുക്കറിയാം ഒരു പരാജയം വരുമ്പോൾ അത് മുന്നോട്ട് നീങ്ങുവാൻ കൂടുതൽ നമ്മൾ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകാനുള്ള സംഘടനാ തരത്തിലുള്ള മുന്നോട്ട് പോകും. അതിനുള്ള നടപടികളാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. മാണി വിഭാഗത്തെ UDF-ലേക്ക് ക്ഷണിച്ച PJ ജോസഫിന്റെ പരിഹാസത്തെ രൂക്ഷമായ ഭാഷയിലാണ് ജോസ് കെ മാണി നേരിട്ടത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ആത്മാർത്ഥമായി, അത് ഈ പറഞ്ഞ ഇപ്പോഴത്തെ MLA-യും മുൻ MLA-യും എന്നെ ക്ഷണിച്ചത് ആത്മാർത്ഥമായി ക്ഷണിച്ചതാണ്, പരിഹസിച്ചുകൊണ്ടാണ് ക്ഷണിച്ചത്? നിങ്ങൾ പറ. ധൂർത്തപുത്രനായ, അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ പറഞ്ഞതല്ലോ, അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഞാനിതുവരെ ഒരാളെയും വ്യക്തിപരമായി പരിഹസിക്കാൻ ഞാൻ ഒരിക്കലും ഇറങ്ങിയിട്ടില്ല. എന്നെ വ്യക്തിപരമായി 334 ഫേക്ക് ഐഡീസ് വെച്ച് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരാളെ എടുത്തും പരിഹസിക്കാനായിട്ട് നിന്നിട്ടില്ല. അവിടെ അങ്ങനെ വരുവാണെങ്കിൽ എന്താ പറഞ്ഞ പുള്ളി, എന്താ പറഞ്ഞേ, അങ്ങനെ തിരിച്ചു വരുവാണ്, ഏതാണ്ടാ കൊടുത്ത കാളെ കൊല്ലുക, അതറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത്, ഒരു പിതാവ് ഒരു പുത്രനെ കാത്ത് ഗേറ്റ് പിഴിച്ച് മാറ്റി തുറന്ന് ഇട്ട് പുറപ്പുഴ ആ വീട്ടിൽ ഉണ്ടായിരുന്ന് കാത്തിരിക്കുകയാണ്, രാവും പകലും കാത്ത്. നിങ്ങളുടെ അടുത്ത് പരിശോധിക്കുക. ഈ പുത്രൻ തന്നെ ഒരിക്കൽ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ധൂർത്തപുത്രനാണോ സ്വാർത്ഥപുത്രനാണോ എന്ന് കാലം തെളിയിക്കും. 50 വർഷം പൂർത്തിയാക്കാൻ കുറച്ച് നാളുകൂടെ ഉള്ളൂ. ഒരു സാഹചര്യം വേണം എന്ന് പറഞ്ഞിട്ട് കൊടുത്തോ. പറയുമ്പോൾ അത് പരിഹസിച്ച് പറയുമ്പോൾ സൂക്ഷിക്കണം. അത് വ്യക്തിപരമായി മുന്നോട്ട് പോകുമ്പോൾ പലതും തുറന്നു പറയേണ്ടതുണ്ടാവും. കോട്ടയത്ത് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ റൂഷി അഗസ്റ്റിൻ ഉൾപ്പെടെ മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളും പങ്കെടുത്തു. പരാജയ കാരണം വിശദമായി പരിശോധിച്ച് LDF-ൽ അവതരിപ്പിക്കുവാനാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.